ഇതെങ്ങനെയുണ്ട്? ഇഷ്ടായോ? അമ്മൂട്ടിക്ക് ഇഷ്ടായോ? ഞാനേ ഇങ്ങനത്തെ 4 എണ്ണം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ആദ്യം വാങ്ങി നോക്കിയതാണ്. നമ്മളിവിടെ കോയമ്പത്തൂർ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കോയമ്പത്തൂർ പോകുമ്പോൾ നമുക്ക് ഇവർക്ക് കുട്ടികൾക്ക് ഇടാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. ഇത് എനിക്കില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്ന കേട്ടോ. അതാ എങ്ങനെ ഉണ്ടാ മുട്ടി? നിനക്ക് മേമയ്ക്ക് അച്ചൂന് വാങ്ങി എങ്ങനെ ഉണ്ടാവും? ഇതിന് 400 എത്രയോ രൂപയുള്ളൂ കേട്ടോ. പക്ഷെ ഇത് നല്ല ഭംഗിയുള്ളൊരു മിഡിയും ടോപ്പും. ഞാൻ അമ്മ പറയണത് കണ്ടപ്പോഴേ ഇത് ജീൻസിന്റെ കൂടെ ഇടാന്ന്. ജീൻസിന്റെ കൂടെ ഇടാലേ? ഈ കളറിന്റെ മതി വെക്കും? എനിക്ക് എല്ലാവർക്കും ഒരേപോലത്തെ എടുക്കും. എല്ലാവർക്കും ഇതേ കളർ. ഈ കളറേ ഉള്ളൂ ഇല്ല ഇങ്ങനത്തെ. അതിന് നിങ്ങള് എല്ലാരും ഒന്നിച്ച് ഇടാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മള് അടുത്ത ആഴ്ച നമ്മള് കോയമ്പത്തൂര് ഇശയ്ക്ക് പോണം എന്ന് വിചാരിക്കുന്നു. ഇശയില്ലേ? ഇശയ്ക്ക് പോണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പാടെ നമ്മളെല്ലാവരും ഫാമിലി ആയിട്ട് ഞങ്ങൾ 10 പേരും പാടെ പോണം എന്ന് വിചാരിക്കണ്ടേ. അപ്പോൾ കുറേ കൂട്ടുകാരെന്നോട് ചോദിച്ചൊരു കാര്യമാണ്, പ്രസ്റ്റീജ് സാരി കളക്ഷൻ കാണിക്കുമോ എന്നുള്ളത്. എനിക്കങ്ങനെ ഒരുപാട് സാരിയൊന്നും ഇല്ല. ഉള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അധികം ഉണ്ടാവുക സെറ്റ് കൊണ്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സെറ്റ് കൊണ്ട് ഉടുക്കാനാണ് കേട്ടോ. ഞാൻ അധികം സെറ്റ് കൊണ്ട് തന്നെയാണ് ഉടുക്കാറുള്ളത്. ഓക്കെ അല്ലേ കുട്ടി? ഇതൊക്കെ എന്താ? ഇതൊക്കെ ഞാനറിയാതെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കൊണ്ടു വെക്കുന്നുണ്ട് അല്ലേ? ഇത് വളയാണ് കേട്ടോ. അമ്മൂൻ്റെയും അച്ഛൻ്റെയും വള. ഇതിങ്ങനെ എടുത്തു വെച്ചിട്ട് ഇനി കൊള്ളാതെ വല്ലേ ഉണ്ടാവുള്ളൂ. അമ്മ പിന്നെ വള ഇടില്ല. അച്ചുട്ടി നമ്മുടെ ആ ഫംഗ്ഷൻ്റെ ആ സമയത്ത് എടുത്തതാണ്. പിന്നെ ഇങ്ങനെ എടുത്തേക്കും. ഇതാ ഞാൻ പോകുമ്പോൾ സാരി ഉടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. സാരി ഉടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സാരി ഉടുക്കുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഈ സാരി കണ്ടോ? ഞാൻ ഇത് ഉടുത്തിട്ടില്ല. ഇത് പെട്ടെന്ന് നമുക്ക് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ്. അപ്പം ഇതിന് ഇതേ ഒരു കളറ് റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങണം വിചാരിച്ചിട്ടാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാവും? രസമുണ്ടാവില്ലാന്നോ? അമ്മൊരു സാരി ഉടുക്കണ്ടേ? ഈ സാരിയോ? ഈ സാരിയല്ല, നോക്കിയൊക്കെ ഇതൊരു വൈലറ്റ് ആണ് കേട്ടോ. കണ്ടോ? ഇതൊരു വൈലറ്റ് കളറാണ്. നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനൊരു കല്യാണോ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമുക്ക് വേഗം ഉടുത്തിട്ട് എവിടേക്ക് വേണമെങ്കിലും പോവാം. അപ്പോൾ ഞാനിതിനൊരു ബ്ലൗസ് അടിക്കണം വിചാരിച്ചു. പിന്നെ സാരി ഉടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരം കൊണ്ടും നമ്മൾ കുറേ ദൂരം വണ്ടിയിലിരിക്കേണ്ടതും കൊണ്ടും ചിലപ്പോൾ ഇവരുടെ അച്ഛൻ പറയും സാരി ഉടുക്കേണ്ടതാണ്. ഇതാ ഒരു സാരി ഇത് കേട്ടോ. പിന്നെ ഇത് എൻ്റെ കല്യാണത്തിൻ്റെ മുമ്പേ എൻ്റെ ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ ആ സമയത്ത് എടുത്തൊരു സാരിയാണ്. പക്ഷെ ഞാൻ അത് ഉടുത്തിട്ടേ ഇല്ല കേട്ടോ. അത് ഉടുക്കാതെ പിന്നെ ഏടത്തിയമ്മ പറഞ്ഞു നിൻ്റെ ഈ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുവന്നൊരു സാരിയാണത്. ഇതിൻ്റെ ബ്ലൗസാണ് നമ്മൾ കല്യാണത്തിന് എന്ത് ചെയ്തെന്നറിയോ? അളവ് ബ്ലൗസായിട്ട് കൊടുത്ത്. അത് പിന്നെ അങ്ങനെ കിട്ടിയില്ല. പിന്നെ ഈ ഒരു സാരി നമുക്ക് ഓണത്തിന് ഉടുക്കാം കേട്ടോ. ഈ സാരി നമ്മുടെ വീട് കയറി താമസം ഉണ്ടായ സമയത്ത് കിട്ടിയതാണ് കേട്ടോ അത്. അപ്പോൾ അത് നമ്മൾ ഓണത്തിന് ഈ സാരി ഉടുത്തിട്ട് ഒരു വീഡിയോ എടുക്കാം അല്ലേ? ഇത് ഇഷ്ടമായില്ലേ ഈ കളറ്? ഇത് മിണ്ടാത്ത് മിണ്ടമുട്ടി. പിന്നെ ഇത് നമ്മുടെ അമ്മൂനും അച്ചൂനും ഈ സാരിയും കണ്ടോ? ഇത് നല്ലൊരു സാരിയാണ്. ഇത് നമ്മൾ ഉടുത്തിട്ടില്ല കേട്ടോ. ഇത് എടുക്കാന്ന് പറഞ്ഞു ചോദിച്ചാൽ ഇതൊരു കല്യാണം ഉണ്ട്. ആ കല്യാണത്തിന് മുമ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഈ സാരി എല്ലാവർക്കും ഇഷ്ടമായി. ഈ സാരി കണ്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവർക്ക്. പട്ടുപാവാടിയും ബ്ലൗസ് ഓണത്തിന് ഈ സാരിയും കൊണ്ട് വേണം കേട്ടോ അമ്മ പറഞ്ഞിട്ട്. ഒരാൾക്കല്ലേ പറ്റുള്ളൂ, 2 ആൾക്ക് പറ്റില്ലല്ലോ. ഇതിൻ്റെ നമ്മൾ ബ്ലൗസ് അടിച്ചിട്ടില്ല. ബ്ലൗസ് അടിക്കണം. പിന്നെ ഇതാ സുകന്യേ വാ സാരി. ഇത് നമ്മള് കണ്ടോ? കല്യാണം പെണ്ണ് ചായ കൊണ്ട് വന്നിട്ടുണ്ട് സെറ്റ്. ഇതാണ്
ഇതാണ് നമ്മള് വിഷുവിന് നിങ്ങൾ കണ്ടിരുന്നില്ലേ എന്നെ വിഷുവിന് കൊടുത്തിരുന്നില്ലേ ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇതൊരു സെറ്റ് മുണ്ട്, ഇതും ഒരു സെറ്റ് മുണ്ട്. വൈറ്റ് ഡ്രസ് ഉണ്ടോ? ഇതെൻ്റെ അമ്മയുടെ സാരി. ഇത് അമ്മ വരുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ. അച്ചു അത് കേട് വരുത്തണ്ടേ. ഇതും എൻ്റെ അമ്മയുടെ സാരി കേട്ടോ. അത് അമ്മ വന്നു പോകുമ്പോഴേ ഉടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ട് പോണതാണ്. രസമുണ്ടോ? ബട്ടർഫ്ലൈ പോലെ അല്ലേ. ഇതും സെറ്റുമുണ്ട്. ഇതൊക്കെ അങ്ങോട്ട് വയ്ക്കുക അല്ലേ. ചുത് അങ്ങോട്ട് വെച്ചാൽ ചുട്ടിയെ മൊത്തം നമുക്ക് അടുക്കി പറിക്കും. ആ ചുരിദാറുകളൊന്നും എടുക്കണ്ട. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഏത് സാരികളോ കൊടുക്കാൻ? നിനക്ക് വേണോ? അത് ഞാൻ ആദ്യം കൂടി മടക്കിക്കേണ്ടി വരില്ല. അത് കുറേ പേര് സാരി സെലക്ഷൻ ചോദിച്ചിരുന്നു. അപ്പൊ സാരി സെലക്ഷൻ കാണിച്ചു കൊടുക്കണ്ടേ? ഇതാ ഇതൊരു സാരി കണ്ട. ഈ മയിലിന്റെ കളർ, ഇതും ഡാർക്ക് കളർ. ഈ സാരി ഞാൻ ഉടുത്തിട്ടേ ഇല്ല. ഈ ഒരു സാരി നമ്മൾ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട്, ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നില്ലേ, പക്ഷെ ഇത് ശരിക്കും മയിൽപ്പീലിയുടെ ഒരു സൈഡിലൊരു കളറില്ലേ, ആ ഒരു കളറാണ് കേട്ടോ അത്. ഇതും കൊണ്ടോ? ഇതും കൊണ്ട് ഇത് ഉടുത്തിട്ടേ ഇല്ല. ചെട്ടിനാടല്ല. കണ്ടോ സാരി നിങ്ങോട്ട് കാണുമ്പോഴേക്കും കണ്ടോ വരുന്നത്. അത് കുടിയിരിപ്പിനിട്ട് ഈ സാരി ഞാൻ എന്തായാലും അധികം വഴുകാതെ ബ്ലൗസ് അടിച്ചിട്ട് കൊടുക്കണ കാണാട്ടോ. അധികം വഴുകില്ല, കാരണം ഈ കളറാണ് ബ്ലൗസ് വരിക. ഇതടിച്ചിട്ട് നമ്മൾ ഒരു പിന്നെ ഇത് എൻ്റെ അച്ചുട്ടിക്ക് ഇത് നമ്മൾ ബ്ലൗസ്. ഞാൻ സാരിയില്ലേ അധികം ഉടുക്കാറ് പറഞ്ഞാൽ കല്യാണം കാര്യങ്ങൾക്ക് തന്നെ എടുക്കാറേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഫംഗ്ഷന് നമ്മൾ സാരി ഉടുക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. പക്ഷേ ഞാൻ സാരി ഉടുത്തിട്ട് ഞങ്ങൾ വിചാരിച്ചത് വീടിൻ്റെ ഫംഗ്ഷൻ സമയത്ത് സാരി ഉടുക്കുക. പക്ഷേ ഈ 11 മണി മുതൽ രാത്രി 10 മണി വരെ നിങ്ങളെല്ലാവരും വരും പറഞ്ഞിട്ട് സമയം വരുമ്പോൾ അത്രയും നേരം ഞാൻ സാരി ഉടുത്തിട്ട് എങ്ങനെയാണ് നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ സാരി ഉടുക്കാതിരുന്നതാണ് കേട്ടോ. ഇല്ലെങ്കിൽ അന്ന് ഈ സാരി നമ്മൾ അന്ന് ഉടുത്തേനെ. ഫംഗ്ഷൻ്റെ ദിവസം ഈ സാരി ഉടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവർക്കും വേറെ വേറെ കളറാക്കണ്ട. പിന്നെ അനിയേട്ടൻ പറഞ്ഞു എല്ലാവർക്കും വേറെ കളറാക്കണ്ടെന്ന്. ഈ ഒരു സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താണെന്ന് അറിയാം, എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരി ഈ ഒരു സാരി ഇങ്ങനത്തെ ഒരു കളറാണ് എൻഗേജ്മെൻറ്റിന് എടുത്തത്. ഇത് എൻ്റെ ഇവിടുത്തെ ഏട്ടൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ വളടലിന് വാങ്ങിയ സാരി കേട്ടോ. അത് അന്നൊക്കെ ഇതൊരു മോഡലായിരുന്നു. മായാവിയുടെയൊക്കെ മായാവി പറഞ്ഞൊരു സിനിമയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വന്നതാണ്. ഇതിൻ്റെ പ്ലെയിൻ സാരികളും ഇതും. പിന്നെ ഇതും ഞാൻ ഒറ്റ പ്രാവശ്യം കൊടുത്തിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ ഈ സാരിയും. ഇത് നമ്മളിനി ഗുരുവായൂർക്ക് പോകുമ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ട്, ഗുരുവായൂർക്ക് പോകണം നടക്കണേ ഇല്ല. ഇത് ഉടുക്കല് ആര് എപ്പോ അവിടെ പോയി വരുമ്പോ നമുക്ക് ചിലപ്പോ ഇതെടുത്തിട്ട് എന്തായാലും അമ്മ പോകാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ഗുരുവായൂർക്ക് പോവാന്ന് പറഞ്ഞാലേ നമ്മൾ ആദ്യം മുൻകൂട്ടി നടക്കില്ല കേട്ടോ. ഗുരുവായൂരപ്പൻ നമ്മൾ തിരിപ്പിക്കും. നമ്മൾ മെല്ലെ ഒന്നും ചിന്തിക്കാതല്ലേ നാളെ കണ്ട് ഗുരുവായൂർക്ക് പോവാന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞു വെച്ചാൽ ആ കാര്യം നടക്കുകയും ചെയ്യും. ഇതില്ലേ ഈ സാരി ഒരു 450 രൂപയുടെ സാരി കേട്ടോ. ഇതിൻ്റെ കളർ ചേഞ്ച് ഞാൻ സുകന്യക്ക് വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ ഇത് കുറേ പ്രാവശ്യമെങ്കിലും ഈ സാരി ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് പച്ച കളർ ഭയങ്കര ഇഷ്ടമായിട്ട്. പക്ഷെ സുകന്യ ഒറ്റ പ്രാവശ്യം അത് കൊടുത്തില്ല. സുകന്യക്ക് ഇതുമല്ല, ഇതിലും ഡാർക്ക് കളർ നന്നായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വർക്കായിട്ട് നന്നായിട്ടുണ്ട്. ഇത് കുറേ ആയി. ഇതും കൊണ്ട് ഞാൻ എൻ്റെ അമ്മൂനും അച്ഛനും
എന്തെങ്കിലും അടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അമ്മൂന് നിൽക്കുന്നത്. ഈ കളറ് കണ്ടോ? അച്ഛന് ചെയ്ത് കൊടുത്താൽ മതി, എനിക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഈ സാരി കൊണ്ട് എന്തെങ്കിലും ഇവർക്ക് അടിക്കാൻ പറയുമ്പോൾ ഈ കളർ കാണുമ്പോഴേക്ക് തന്നെ ഇവർ പറയും വേണ്ടോന്ന്. പക്ഷെ ഞാൻ ഇത് കുറേ ഉടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സാരി കുറേ, ഈ സാരി ഇതോ ഇത് ഓണത്തിന് വീട്ടിൽ നിന്ന് അവർ വാങ്ങി തന്ന എത്രേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഓണത്തിന്. ഇപ്പം സാരികൾ വാങ്ങാറില്ല കേട്ടോ, അപ്പോൾ ഒക്കെ ചുരിദാറുകളിൽ കൂടി. ഇത് ഞങ്ങളുടെ കല്യാണ വാർഷികത്തിന് എൻ്റെ അമ്മ വാങ്ങി തന്ന സാരിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാരി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാരിയാണ് കേട്ടോ. കാരണം ഇത് ഞാൻ രാജുവിൻ്റെ കല്യാണത്തിനൊക്കെ ഈ സാരി എല്ലാവരും രാജുവിൻ്റെ കല്യാണത്തിനേ അത് വിചാരിച്ചത് നമ്മൾ എൻഗേജ് മാത്രം പച്ചക്കളർ വിചാരിച്ചപ്പോ അവിടുത്തെ പെണ്ണിന്റെ വീട്ടുകാരും ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ കളർ. അവിടെ പോയി നോക്കിയപ്പോൾ എന്താ ഫുള്ള് ഈ കളർ തന്നെ. എല്ലാവരും ഇതേപോലത്തെ സാരി അങ്ങനെ ഇരുന്നോട്ട് ഉടുത്തി. ഇത് മാമ്പഴ കളർ, ഇതൊന്നും ഒന്നിനും പറ്റില്ല. ഇതൊക്കെ എത്രയോ വർഷങ്ങൾ മുമ്പ് പഴക്കള. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതിൻ്റെ അമ്മയൊക്കെ ഉടുത്തിരുന്നു കേട്ടോ. അതൊക്കെ പിന്നി വന്നു, കണ്ടോ കണ്ടോ പിന്നി വന്നു. അതാ അതിൻ്റെ കളർ ചേഞ്ചാണ് കേട്ടോ അത്. ദാ ഇത്രയും കണ്ടോ. നമ്മൾ അങ്ങനെ ഒരുപാട് സാരി ഉടുക്കണത് എടുത്ത് വെക്കുക എന്നല്ലാതെ ഒരുപാടെണ്ണം വാങ്ങിയിട്ട് നമ്മൾ കൂട്ടി വെക്കുകയൊന്നുമില്ല കേട്ടോ. എന്താ സാരി വാങ്ങിക്കഴിഞ്ഞാൽ വെച്ചാൽ നമുക്കത് ഉടുക്കണം. പക്ഷേ എല്ലാവരും പറയും ഞാൻ സാരി ഉടുത്താലാണ് ഏറ്റവും നന്നായിരിക്കുക, സാരി ഉടുത്താലാണെന്ന്. പിന്നെ ഇതൊക്കെ എൻ്റെ ചുരിദാറുകളാണ് കേട്ടോ. ഇതിലുണ്ട്, ഇവിടെ ഉണ്ട്, അതിനെ കാണിച്ചു തരാം. ഇതൊക്കെ കുത്തിത്തിരികെ വെച്ചിരിക്കുന്ന സുഖം ധാവണി. എന്താ കാണിക്കണ്ട. ഇതേ എനിക്ക് ഇതും അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള സാരി കേട്ടോ. പക്ഷേ ഈ സാരി ഉടുത്തിട്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വിരുന്ന് പോയപ്പോൾ ഏട്ടൻ ചോദിച്ചിരുന്നു ഇതെന്ത് സാരിയാണ് ഇത് എന്ന്. കാരണം ഇതെന്താണെന്നറിയോ, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഇതാണ്ടോ, ഞങ്ങളുടെ കല്യാണത്തിൻ്റെ റിസപ്ഷനൊന്നും ഞങ്ങളുടെ കല്യാണത്തിന് ഉണ്ടായിരുന്നില്ല കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു വിരുന്നുണ്ടായിരുന്നു എൻ്റെ വീട്ടിലേക്ക് അന്നത്തെ ദിവസം തന്നെ. കാരണം ഇവിടെ പെങ്ങളുടെയും കല്യാണം ആയതും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് അന്ന് തന്നെ പോയിട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അന്ന് തന്നെ പോയിട്ട് വരും കൊണ്ട് ഈ സാരി ഉടുത്തിട്ടാട്ടോ പോയത്. ഈ സാരി പറഞ്ഞു വെച്ചാൽ പക്ഷെ ഇതിൻ്റെ കളർ നോക്കി നോക്ക്, ഇതാണ്ടോ, ഇതാണ്ടില്ലേ. അന്ന് തീരെ തടിയില്ലാത്തൊരു സമയത്ത് ഈ ഒരു സാരി. പക്ഷെ ഞാൻ ഇതിൻ്റെ ബ്ലൗസ് അടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എടുത്തിട്ട്. ഇതിൻ്റെ ബ്ലൗസ് ഇതേപോലത്തെ, ഇതൊന്നും ഇപ്പോൾ കൊള്ളണില്ല. അതാണ്ടോ പണ്ടത്തെ. ഇപ്പോൾ അല്ലേ ആദ്യമൊക്കെ അല്ലേ മുന്താണി ഉണ്ടോ, മുന്താണി കഴിഞ്ഞിട്ട് പിന്നെയും വന്നൊക്കെ നോക്കി നോക്ക്. ഇതാണ് ബ്ലൗസ് പീസ്, ഇതാണ് ശരിക്ക്. പക്ഷേ അവർ ബ്ലൗസ് പീസ് എടുത്തത് ഏതാണെന്നറിയോ, ഇവിടുത്തെ ഭാഗമല്ലേ അവർ ബ്ലൗസ് പീസ് എടുത്തിട്ട് ഇതും കൊണ്ടാണ് അവർ ബ്ലൗസ് അടിച്ചിരുന്നത്. ശരിക്കും ഇങ്ങനെയല്ലേ വരിക. ഇത് എന്തായാലും ഒരു പ്രാവശ്യം നമുക്കിത് ഉടുക്കണം അല്ലേ. കാരണം ഞാൻ ഇതൊരൊറ്റ പ്രാവശ്യം അടിപൊളി. എന്നാൽ പിന്നെ ഞാൻ എവിടേക്കെങ്കിലും ഓടേണ്ടി വരും. കാരണം ഇത് നമ്മളൊറ്റ പ്രാവശ്യം കേട്ടോ. അന്ന് ആ ഫംഗ്ഷൻ്റെ ആ ദിവസം എടുത്തിട്ട് പിന്നെ എടുത്തിട്ടേ ഇല്ല. ഇതോ പെട്ടെന്ന് എടുക്കാൻ പറ്റൂല. ഇതാണ്ടോ കണ്ടോ, ഇതാണ്ടോ ഇങ്ങനെ പിടിക്കുമ്പോൾ കണ്ടില്ലേ പെട്ടെന്ന് കിട്ടും. ഉടുക്കാൻ സുഖമാണ്. പക്ഷെ എന്താ വെച്ചാൽ നിഴലടിക്കുന്നുണ്ട്. ഇത് പോളി പെട്ടെന്ന് നിഴലടിക്കുക. നമ്മൾ തടിയുള്ളവർക്ക്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം എടുത്തിട്ടില്ലേ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്കിത് ഉടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം നമുക്കിതില്ലേ ഉടുത്തിട്ട് നമ്മുടെ ഞാനൊരു ഇതിൻ്റെ ഫോട്ടോഷൂട്ടല്ല കേട്ടോ, നമ്മുടെ ഒരു ഇനി ഞങ്ങളുടെ 19ാമത്തെ വാർഷികം കഴിഞ്ഞില്ലേ, 20ാമത്തെ വാർഷികം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഞങ്ങൾ എല്ലാവരും പാടെ ഒരു മനസ്സിലൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് കേട്ടോ. നടക്കുമോയെന്ന് എനിക്കറിയില്ല. നടക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതും എൻ്റെ സാരിയല്ല,
നമ്മൾ പെണ്ണുങ്ങൾക്ക് പിന്നെ ഒരു സ്വഭാവം ഉണ്ട് എങ്ങനെയാണെന്നറിയോ, ആരുടെങ്കിലൊക്കെ കണ്ടു കഴിഞ്ഞു വെച്ചാലേ മാറ്റി മറിച്ചു കൊടുക്കുക. ഇതാ അത് സാരിയാണ്, ഇതാണ്ടോ സാരി, ഒരു ചെറുപയർ പച്ച. ഇത് എൻ്റെ സാരി അല്ല കേട്ടോ, ഇതിൻ്റെ ഏടത്തിയമ്മയുടെ സാരിയാണ്. ഇതും ദാ ഈ സാരിയും ഏടത്തിയമ്മയുടെ സാരിയാണ് കേട്ടോ. ഞാൻ അധികം സാരികൾ വാങ്ങിയിട്ടില്ല. ഇതും ഞാനങ്ങനെ എനിക്കിങ്ങനെ സാരി എടുക്കാത്ത കൊണ്ട് ഒരു പ്രാവശ്യം അവർ പോയപ്പോൾ ഇത് കൊണ്ടേക്കോ എടുത്തോ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇതൊക്കെ പിന്നെ അമ്മേ ഞാനൊരു പേടി എന്താ കേട്ടോ. സുകന്യല്ല പ്രസീതേ പറഞ്ഞത്. ഓ എന്താ എന്താ ഈ ഒരു സാരി, പിന്നെ ഈ ഒരു സാരി ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ്. ഇത് എൻ്റെ അമ്മയുടെ സാരി കേട്ടോ. എൻ്റെ അമ്മയുടെ സാരി കുറേ ഞാനില്ലേ അതല്ലേ പറയുന്നത്, പെമ്മക്കളായി കഴിഞ്ഞു വെച്ചാൽ ഉള്ളൊരു ഭാഗ്യം എന്താണെന്നറിയോ, പോവുക കൊണ്ടുവരിക, പോവുക കൊണ്ടുവരിക, എന്നിട്ട് പോവുക കൊണ്ടുവരിക, എന്നിട്ടോ ഇതൊക്കെ മുക്കിൽ വെക്കുക. അല്ലാതെ അതുകൊണ്ട് എന്താ കാര്യമുള്ളത്. ഇതെൻ്റെ കല്യാണ സാരി. ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ, കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലേ. എൻ്റെ കല്യാണത്തിൻ്റെ സാരി. അന്ന് കാലത്ത് ഈ സാരിക്ക് എത്ര 19 കൊല്ലം കഴിഞ്ഞു കേട്ടോ ഈ സാരി. പക്ഷേ ഇത് നമ്മൾ എൻ്റെ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഗുരുവായൂർക്ക് പോകുമ്പോൾ ഈ സാരി കൊടുത്തിട്ട് പോകണം എന്നുള്ളത്. നമുക്ക് അത്ര ഇഷ്ടമാണല്ലോ ഗുരുവായൂരപ്പനെ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റ് ഗുരുവായൂർ പോകുമ്പോൾ ഈ സാരി കൊടുത്തിട്ട് പോയി. ഓരോ സാരിക്കും ഓരോ കഥകൾ എന്ന് പറയില്ലേ. പിന്നെ നമ്മൾ പ്രസവത്തിന് കൂട്ടിയിട്ട് പോകുമ്പോൾ ഈ സാരി ഉടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ആ സാരി അപ്പയ്ക്കും ഉടുത്തില്ല, വേറെ സാരി എടുത്തു തന്നു. ഈ സാരിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാൻ മുട്ടി, ഇതിൻ്റെ അമ്മൂനെ ഞങ്ങൾ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് അമ്മായിമ്മയ്ക്ക് കൊടുക്കുന്ന സാരിയാണ് കേട്ടോ അത്. എൻ്റെ അമ്മ അങ്ങനത്തെ സാരി ഒന്നും എടുക്കില്ല. എൻ്റെ അമ്മയ്ക്ക് ഞാനും മനിയേട്ടനും പാടെ പോയിട്ട് എടുത്ത സാരിയാണിത്. എനിക്ക് ഈ കളർ ഇഷ്ടമായതും കൊണ്ട് പക്ഷേ അമ്മ ഇങ്ങനത്തെ സാരി ഒന്നും എടുക്കില്ല. അപ്പം അമ്മ എന്ത് പറഞ്ഞെന്നറിയോ, അമ്മൂൻ്റെ ചോറൂണായപ്പോൾ അമ്മ പറഞ്ഞു, നീ കൊണ്ടുപോയിട്ട് നീ ബ്ലൗസ് അടിച്ച് നീ ഉടുത്തളേ, എനിക്ക് വേണ്ടത് എന്ന്. അമ്മൂന് ചോറ് കൊടുക്കാൻ അമ്മൂനെ എടുത്തു. എന്താ ഈ ഒരു സാരി, ആ ഒരു സാരിയാണ് സെറ്റ് സാരി. അത് എത്ര കൊടുത്ത് 2-3 കൊടുത്തിട്ടുണ്ട് അമ്മൂനെ. പറശ്ശിനിക്കടവ് കൊടുത്തിട്ടുണ്ട്, ഗുരുവായൂർ കൊടുത്തിട്ടുണ്ട്. പറശ്ശിനിക്കടവൊന്നും ചോറ് കൊടുക്കണതിൻ്റെ ഫോട്ടോ എടുത്തില്ല, ഗുരുവായൂരത്തെ ചോറ് കൊടുക്കല്. ഇതാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് സാരി. ഈ സാരി ഞാൻ കുറേ ഉടുത്തിട്ടുണ്ട് കേട്ടോ, കുറേ ഇതാ ഇതേപോലെ. എന്താണ്ടി പറയുന്നത്, അമ്മ എന്താണ്ടി പറയണ്ടോ. എന്താണ്ടി എന്ന് പറയുന്നത് കൊഞ്ചിക്കണ പോലെ പറയണ എന്താണ്ടി. അച്ചോ അടി കിട്ടും. കോമഡി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലേ അപ്പം അമ്മ പറയും, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യട്ടോ അമ്മയുടെ വീഡിയോക്ക്. അപ്പം ഞാൻ പറയും അപ്പം അതന്നെ പറഞ്ഞതേ. പറയുമ്പോൾ ഞാൻ പറയാണ് അമ്മ അങ്ങനെ ചെയ്യട്ടെ. ഈ സാരി എങ്ങനെയുണ്ട്? ഇതും നമുക്കില്ലേ, ഞാനിതും കുറേ ഉടുത്ത സാരി കേട്ടോ. കാരണം ആ സമയത്ത് എൻ്റെ കല്യാണ സമയത്ത് ഒരു കല്യാണ സാരിയും ഒരു വിരുന്ന് സാരിയും കണ്ടില്ലേ, ആ വിരുന്ന് സാരി ഒരു സെറ്റ് സാരി മാത്രം, അങ്ങനെ 3 സാരികൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ 2 നൈറ്റിയും അത് മാത്രമായിരുന്നു ഇവിടെ. പിന്നെ വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് 2 ചുരിദാർ. ആ ചുരിദാർ 2 ദിവസം കഴിഞ്ഞപ്പോഴല്ലേ നമ്മളെന്ത് കട്ടിയെന്നറിയോ, എനിക്ക് വേറെ ഇടാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല, വീട്ടിലിട്ടോളാൻ പറഞ്ഞു. ഇത് എൻ്റെ അനിയേട്ടൻ്റെ അമ്മയുടെ സാരി കേട്ടോ. ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത സാരി തന്നെയാണ്, ഞാൻ തന്നെ അടിച്ചു മാറ്റി. ഇത് അമ്മയുടെ 60ാം പിറന്നാളിന് ഞാൻ എടുത്തു കൊടുത്ത സാരിയാണ്. ഇത് കണ്ടോ, ഇത് ഞാനങ്ങനെ ക്ലിനിക്കിൽ പോണ സമയത്ത് ഞാൻ ഇടയ്ക്ക് സാരി കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഉടുത്തിരുന്നു. എപ്പോഴല്ല, നമുക്ക് എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് അത് ഞാൻ കൊടുത്തു, സാരി കൊടുത്തു. ഞാൻ ആരെങ്കിലും സാരിയൊക്കെ ഇതില്ല എന്നൊക്കെ പറയുമ്പോഴല്ലേ, കല്യാണമോ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ വെറുതെ എടുത്ത് വെച്ചിട്ട് എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ തന്നെ കൊടുക്കും കേട്ടോ. ഇതങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് വാങ്ങി വെച്ച സാരിയാണ്, ഇത് അമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. ഇതും ഇവിടുത്തെ അമ്മയുടെ സാരികളൊക്കെ കൊടുക്കണം. ഇത് എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ്റെ കല്യാണത്തിന് വാങ്ങിത്തന്ന സാരിയാണ്. അന്ന് ഇത് ഭയങ്കര ഒരു ട്രെൻഡായിട്ടുള്ള സാരിയാണ്.
ഒരു രസമില്ല. ഇല്ലല്ലോ അമ്മുട്ടി അന്ന് അന്ന് ഈ സാരിക്ക് എന്താ നല്ല വിലയുള്ള സാരിയാണ്. ഞങ്ങൾക്ക് 3 പേർക്ക്, എനിക്ക് ഈ കളറ്, ഏടത്തിയമ്മയ്ക്ക് ഇതിൻ്റെ ഒരു മറൂൺ കളറ്, മറ്റവർക്ക് വേറെ കളർ, അങ്ങനെ 3 പേർക്കും 3 കളറുകൾ എടുത്തതാട്ടോ അന്ന്. എന്താണ്ടോ എന്താടി അമ്മു ഈ സാരിക്ക് കുഴപ്പം? രസമില്ല? രസമില്ല? കുഴപ്പമില്ല. ഞങ്ങൾക്കൊന്നും പറ്റണില്ല അല്ലേ? ഈ ഞങ്ങൾക്കന്ന് ബ്യൂട്ടി മേക്കപ്പ് ചെയ്ത് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളൊക്കെ തന്നെ മേക്കപ്പ് ചെയ്യുക. അന്ന് എൻ്റെ കല്യാണ വാർഷികമായിരുന്നു. അത് പോരാണ്ട് കിച്ചൂനെ ഗർഭിണിയായിരിക്കുന്ന സമയമായിരുന്നു. കിച്ചൂനെ ഗർഭിണിയായിരിക്കുന്ന സമയമായിരുന്നു. സറദിയോട് സറദിയായിരുന്നു കല്യാണ ദിവസമൊക്കെ. അങ്ങനെ ഈ അച്ചുവാണെങ്കിലോ പീ പീ പറഞ്ഞിട്ട് അതങ്ങനെ, അയ്യോ അച്ചുവിൻ്റെ ഒരു സുന്ദരി മോന്ത കാണണം. അത് കരഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ അച്ചുവിനെ എൻ്റെ അമ്മയുടെ അടുത്താക്കിയിട്ടാട്ടോ പോയത് ഞാൻ. തിരിച്ചു വരുന്നുണ്ടേ. വരുമ്പോഴേക്കും അച്ചു അവിടെയാണെങ്കിൽ കിണറ്റിലൊരു തുള്ളി വെള്ളമില്ല. സർക്കാർ കിണറ്റിൽ പോയിട്ട് വേണം കേട്ടോ കല്യാണ സമയത്ത് വെള്ളം കോരാൻ. കാരണം വേനൽക്കാലം സമയത്ത് എൻ്റെ വീട്ടിൽ കിണറ്റിൽ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ മോട്ടർ ഉണ്ടോ? ഒരു സൗകര്യമില്ല. അങ്ങനെ നോക്കുമ്പോഴല്ലേ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ വെള്ളം കോരാൻ അങ്ങോട്ട് പോകണം. ഈ കുട്ടികളാണ് വെച്ചാലോ അമ്മൂനെ കൊണ്ടുവരുന്നു അല്ലേ? അമ്മൂനെ ഒറ്റ പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെന്നറിയോ? അമ്മൂന് കുത്തുന്ന ഡ്രസ്സ് ഇടാൻ പാടില്ല. ആര്? അമ്മൂന് എന്താ ഇവരുടെ കല്യാണ സമയത്ത് നല്ലൊരു ഉടുപ്പ് വാങ്ങിട്ടോ, നല്ല ഫ്രോക്ക് നല്ല ചന്തള്ള ഉടുപ്പ്, നല്ല വട്ടത്തിൽ നിൽക്കണത്. അതിൻ്റെ മുകളിലൊരു എന്താ ഇത് കോട്ടുണ്ട്. ആ കോട്ടിൽ മൊത്തം കല്ലുകളും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ചന്തണ്ടായിരുന്നു. അച്ചുവിനും ഉണ്ണിപ്പെണ്ണിനും ഒരേപോലത്തെ ഡ്രസ്സ് കൊടുത്തു കേട്ടോ. ജമ്മം ചെയ്തല്ലേ അമ്മു. ഈ കെട്ടിനൊടുപ്പ് മാത്രം എടുക്കുക എന്നല്ലാതെ ആ കോട്ട് ഒരു ഫോട്ടോയിലില്ല ആ കോട്ട്. അങ്ങനെ അമ്മുട്ടിക്ക് അങ്ങനെ അന്നോ അത് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ അച്ചുവിൻ്റെ കഷ്ടകാലം ദിവസമാണ് ഇവരുടെ കല്യാണ ദിവസം. ഷോക്കടിച്ച് അന്നത്തെ ദിവസം. തലേ ദിവസമല്ലേ? തലേദിവസം ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടി വിയുടെ പ്ലഗിൽ കൊണ്ടുപോയി കുത്തിയിട്ട് അയ്യോ പറഞ്ഞു. ഞങ്ങളാണെങ്കിൽ ആൾക്കാരെല്ലാവരും വരുന്ന തിരക്ക്, വീട്ടിലല്ലേ കല്യാണം. അപ്പോൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കൊക്കെ ആൾക്കാരുണ്ടാവുമല്ലോ. ഒക്കെയാണ് പറഞ്ഞു വെച്ചാൽ ഇവളുടെ താഴെ കിച്ചുള്ളതും കൊണ്ട് അവനെയും നോക്കണം, വീട്ടിൽ നോക്കണം. എന്താ ആൾക്കാരെ കാണുമ്പോഴേക്കും ഏട്ടൻ്റെ അമ്മയ്ക്കാണ് പറഞ്ഞു വെച്ചാൽ ഒക്കെ പാടെ പെട്ടെന്ന് ടെൻഷൻ ആവുള്ളൂ. മറ്റനിയത്തി അവൾക്കും ചെറിയ കണ്ണൻ ചെറുത്. അങ്ങനെ കിച്ചുവിനേക്കാളും കുറച്ചായിട്ടല്ലേ ഉള്ളൂ കണ്ണൻ. അയ്യോ എന്തോ ഒരു രസമായിരുന്നു പറഞ്ഞിട്ട് അച്ചും മിണ്ടും വയ്ക്കും കരയും. ലാസ്റ്റ് എൻ്റെ അമ്മ വന്നു കേട്ടോ. എൻ്റെ അമ്മ ഉച്ചയാകുമ്പോഴേക്കും ഞാൻ വിളിച്ചു, അമ്മ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അമ്മ ഇല്ലാതെ പറ്റില്ല പറഞ്ഞു. അമ്മ വന്നിട്ട് ഇവിടെ നോക്കുമ്പോൾ ഷോക്കടിക്കലൊന്ന്, ഉരുണ്ട് വീഴലൊന്ന്. ഇതിൻ്റെ കല്യാണ വാർഷികത്തിൽ തന്നതാട്ടോ. എങ്ങനെയുണ്ട്? ഇപ്പം എടുക്കണ ചുരിദാറുകളൊക്കെ ഇങ്ങനെ കേട്ടോ ചുരിദാറുകൾ എടുക്കണത്. ഈ ചുരിദാറുകളാകുമ്പോഴല്ലേ എന്താണെന്നറിയോ, കീർണ വരെ ഈ കളർ ഉണ്ടാവും. അതല്ലേ എൻ്റെ അച്ഛന് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്താ എൻ്റെ അച്ചു? അയ്യോ എപ്പോഴും പറയും കൊണ്ടാ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ എൻ്റെ സാരി കളക്ഷൻ. ഇരിക്കുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ചുരിദാറുകളുണ്ട് അത്ര. പിന്നെ എൻ്റെ 3 സെറ്റ് മുണ്ടുകൾ ഓരോരുത്തരുടെ കയ്യിലാണ് സെറ്റ് മുണ്ടുകൾ. ഇനി അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നടത്തട്ടെ. വൈകുന്നേരത്തെ പരിപാടികൾ തുടങ്ങട്ടെ. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം കേട്ടോ.